എടാ ഇറച്ചിത്തൂണേ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. നടൻ ടിനി ടോമിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത്. അതിന്റെ കാരണം അമ്മ സംഘടനയിൽ നിന്നും ടിനി ടോമിനെതിരായിട്ട് ഒരു നടി മുമ്പിലേക്ക് വരികയും അത് കേസായി തീരുകയും ആ അമ്മ സംഘടനയിൽ തന്നെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ടിനി ടോമിന് മറ്റേ അയൽപക്കംകാരോടുമായിട്ട് പ്രശ്നമുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് മറ്റൊന്നുമല്ല സംഭവം. ഈ റോഡിൽ കൂടി സ്പീഡിൽ ഓടിച്ചു പോയ ടിനി ടോമിന്റെ വണ്ടി കണ്ട് ഒച്ച കേട്ട് അയൽപക്കത്തുള്ള ഒരു കുട്ടി വീണു. അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു സ്വല്പം സ്പീഡ് കുറച്ചു പോ എന്ന് മാത്രം. അതിനാണ് അത്രയും ചെറിയ ഒരു കാര്യത്തിനാണ് ഇത്രയും വലിയ ഇഷ്യൂസ് ആക്കി തന്നതും. അതുപോലെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും തെറി പറയുകയാണ് ഉണ്ടായത്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞേ, നിനക്ക് പറയാം, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായല്ല? അല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട കേട്ടല്ല. നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. നീ തെറിയാണോ വിളിക്കണേ? ഞാൻ മോനോട് ഡീസന്റ് ആയിട്ട് സംസാരിച്ചപ്പോ മോൻ എന്തിനാ തെറി വിളിക്കുന്നേ? ഞാനിപ്പ വിളിച്ചിട്ട് എന്താ ചോദിച്ചേ? ആടമേ ഫ്രണ്ടിൽ കൂടി വണ്ടി പോയപ്പോ മോൻ പേടിച്ചു, മോനൊന്ന് വീണു, അതുകൊണ്ട് കുറച്ച് പതുക്കെ പോവുക, പതിക്കുക. നീ മൈരേനൊക്കെ വിളിക്കണത് കേട്ടില്ലെങ്കിൽ ഉടനെ ആരെയും നീ തെറി വിളിക്കോ? കേട്ടില്ലെങ്കിൽ നീ പറഞ്ഞ കേട്ടില്ല ആരെയും തെറി വിളിക്കോ? നിന്നോട് റോങ് ആയിട്ടെന്ന് പറഞ്ഞാൽ നീ വിളിച്ച പോലെ മൈരേന്നൊന്നും ഞാൻ നിന്നെ വിളിച്ചോ? വിളിച്ചോ? എടാ ഞാനന്ന് നിന്നെ അങ്ങനെ വിളിച്ചു, ഞാനും നീ നമ്മളെന്താ വ്യത്യാസം? എന്തായാലും ഈ ടിനി ടോമിന്റെ മകനെ ഇതിനു മുമ്പ് ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒരു ലഹരി മരുന്ന് കേസിൽ പിടിയിലാവുകയും ടിനി ടോം അതിനെ ആ കേസിൽ നിന്നല്ലേ ഒഴിവാക്കി ഒരു വിധത്തിൽ. അതായത് ടിനി ടോമിന് നമുക്കറിയാം കൂടുതൽ ബന്ധങ്ങളുള്ള ആളാണ്, സിനിമയിൽ നല്ല ബന്ധങ്ങളുണ്ട്, അതുപോലെ പണമുണ്ട്. അതുകൊണ്ടൊക്കെ ഇത്തരം കേസുകളിൽ മകനെ അവിടുന്ന് കേസിൽ നിന്നൊക്കെ ഒതുക്കി നിൽക്കുമ്പോഴാണ് അടുത്ത കേസ് ഇങ്ങനെ ഈ മകൻ തന്നെ വന്ന് ഒരു അടുത്ത കേസിലേക്ക് ടിനി ടോം പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ടിനി ടോമിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഈ ഒരു കേസും മകനെ ഊരിക്കൊണ്ട് പോരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.